ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രജിത്ത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രൈം കോസ്റ്റും ഓവർ ഹെഡ്സും ആണ്. രണ്ട് സബ്ജക്റ്റുകളാണ്, അല്ലെങ്കിൽ രണ്ട് ടോപ്പിക്സുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പ്രൈം കോസ്റ്റും ഓവർ ഹെഡ്സും. എന്താണ് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? ഒരു വസ്തു നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രാഥമിക ചെലവുകളെയാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. Aggregate of all direct element of cost are called direct cost. So, എല്ലാ ഡയറക്റ്റ് എലമെന്റ് ഓഫ് കോസ്റ്റും ചേർത്ത് കൂട്ടി പറയുന്ന പേരാണ് പ്രൈം കോസ്റ്റ്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഡയറക്റ്റ് എലമെന്റ് ഓഫ് കോസ്റ്റ്? എലമെന്റ് ഓഫ് കോസ്റ്റ് എന്തൊക്കെയാണ്? സോ വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് എലമെന്റ് ഓഫ് കോസ്റ്റ്? ഒരു വസ്തു നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകങ്ങളെയാണ് അതിന്റെ എലമെന്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയായിരിക്കും? മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത്. അതിൽ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, ഈ മൂന്ന് കാര്യങ്ങളെയാണ് നമ്മൾ എലമെന്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വരുന്ന എല്ലാ ഡയറക്റ്റ് എലമെന്റ് ഓഫ് കോസ്റ്റിന്റെയും ടോട്ടലിനെയാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് പ്രൈം കോസ്റ്റ്? പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സം ടോട്ടൽ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് കോൾഡ് പ്രൈം കോസ്റ്റ്. സം ടോട്ടൽ ഓഫ് all the direct material cost, direct labor cost and direct expenses is called prime cost. അപ്പോൾ പ്രൈം കോസ്റ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാവുള്ളൂ? പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഡയറക്റ്റ് ലേബർ കോസ്റ്റും അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസസും അഥവാ ആ ഡയറക്റ്റ് എക്സ്പെൻസസും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതിന് നമുക്ക് എന്ത് പറയാം? പ്രൈം കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ട മൂന്ന് കാര്യങ്ങൾ: എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ, അതുപോലെ എന്താണ് ഡയറക്റ്റ് ലേബർ, എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. സോ എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി കൺവീനിയന്റ്ലി ഐഡന്റിഫൈഡ്. അപ്പോൾ മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി കൺവീനിയന്റ്ലി ഐഡന്റിഫൈഡ് വിത്ത് ഓർ അലോക്കേറ്റഡ് ടു എ പ്രോഡക്റ്റ്, പ്രോസസ് ഓർ ജോബ് ഈസ് കോൾഡ് ഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി കൺവീനിയന്റ്ലി ഐഡന്റിഫൈഡ്. ഒരു പ്രോഡക്റ്റിന്റെ അകത്ത് നോക്കിയാൽ പെട്ടെന്ന് തന്നെ വളരെ കൺവീനിയന്റ് ആയി സൗകര്യപ്രദമായി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെറ്റീരിയൽ. ഓർ അലോക്കേറ്റഡ് ടു, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെറ്റീരിയൽ. എവിടെയാ? പ്രോഡക്റ്റിലാവാം, ജോബിലാവാം, സർവീസിലാവാം. അപ്പോൾ ഒരു പ്രോഡക്റ്റിലോ ഒരു ജോബിലോ സർവീസിലോ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതും അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതുമായിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് ബ്രിക്സ് ഇൻഡസ്ട്രി, ബ്രിക്സ് ഉണ്ടാക്കുന്നതിൻ്റെ അത് ക്ലേ ആണ്. അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കോട്ടൺ. ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ കോട്ടൺ ആണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. ഇപ്പോൾ കോട്ടൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. അതേപോലെ തന്നെ ടൈൽസ് ഇൻഡസ്ട്രി ആണെങ്കിൽ അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലേ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഷുഗർ ഇൻഡസ്ട്രീസിലാണെങ്കിൽ ഷുഗർ കെയിൻ ആണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. ഇതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. രണ്ടാമത്തത് ഡയറക്റ്റ് ലേബർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ലേബേഴ്സ് ക്യാൻ ബി ഓർ ദ ലേബേഴ്സ് വിച്ച് ക്യാൻ ബി കൺവീനിയന്റ്ലി ഐഡന്റിഫൈഡ് വിത്ത് ഓർ അലോക്കേറ്റഡ് ടു എ പ്രോഡക്റ്റ്, പ്രോസസ് ഓർ ജോബ്. ഒരു പ്രോഡക്റ്റിൻ്റെ അകത്തോ ജോബിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു സർവീസസിൻ്റെ അകത്തോ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ജോബിനെ അല്ലെങ്കിൽ ലേബറിനെ അല്ലെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ലേബേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദോസ് ലേബർ ഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ. ഡയറക്റ്റ് ലേബേഴ്സ് ആർ ദോസ് ലേബേഴ്സ് ഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ. ഏതൊക്കെ ലേബേഴ്സ് ആണോ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് എൻഗേജ് ചെയ്യപ്പെടുന്നത് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ് മെറ്റീരിയൽ പറഞ്ഞു, ഡയറക്റ്റ് ലേബർ പറഞ്ഞു, പിന്നെ ഉള്ളത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അപ്പൊ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസസ്? ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ നൈദർ ഡയറക്റ്റ് മെറ്റീരിയൽ നോർ ഡയറക്റ്റ് ലേബർ ബട്ട് ആർ ഡയറക്ട്ലി ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ആർ നൈദർ ഡയറക്റ്റ് മെറ്റീരിയൽ, വിച്ച് ആർ നൈദർ ഡയറക്റ്റ് മെറ്റീരിയൽ നോർ ഡയറക്റ്റ് ലേബർ ബട്ട് ആർ ഡയറക്ട്ലി ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നത്, എന്നാൽ ഡയറക്റ്റ് മെറ്റീരിയൽ ആവാൻ പാടില്ല, ഡയറക്റ്റ് ലേബർ ആവാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലാത്തതും ഡയറക്റ്റ് ലേബർ അല്ലാത്തതുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ്റെ അകത്ത് ചാർജ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസസുകളെയും നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയാം. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ്, ഈ മൂന്ന് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തതാണ്
prime cost. So what is prime cost? Sum of aggregate of direct material cost plus direct labor cost plus direct expenses is called prime cost. Now we are going to study about overheads. ഇപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ ജസ്റ്റ് മറ്റൊരു സൈഡാണ് ഏത് പറയുന്നത്, ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണെങ്കിൽ, ഡയറക്റ്റ് എലമെന്റ് ഓഫ് കോസ്റ്റിന്റെ ടോട്ടൽ ആണെങ്കിൽ, ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഓഫ് ഓൾ ഇൻഡയറക്റ്റ് എലമെന്റ് ഓഫ് കോസ്റ്റ്. എല്ലാ ഇൻഡയറക്റ്റ് എലമെന്റ് ഓഫ് കോസ്റ്റിന്റെയും ടോട്ടലിനെയാണ് എന്ത് പറയുന്നത്, ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് elements of cost in the total. In other words, we can say the aggregate of indirect material cost plus indirect labor cost plus indirect expenses is called overheads. അപ്പോൾ എല്ലാ ഇൻഡയറക്റ്റ് കാര്യങ്ങളാണ്. ഇൻഡയറക്റ്റ് എലമെന്റ് ഓഫ് കോസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഓവർ ഹെഡ്സ് കിട്ടും. ഇപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സം ടോട്ടൽ ഓഫ് ഓൾ ദ ഡയറക്റ്റ് എലമെന്റ് ഓഫ് കോസ്റ്റ്. ഇനി ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sum total of all the indirect element of cost. അപ്പോൾ indirect material cost plus indirect labor cost plus indirect expenses is equal to overheads. So എന്താണ് indirect material എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ the material which cannot be conveniently identified with or allocated with a production അല്ലെങ്കിൽ പ്രോഡക്റ്റ്, ജോബ് ഓർ പ്രോസസ്. ഒരു പ്രോഡക്റ്റിൻ്റെ അകത്തോ പ്രോസസ്സിൻ്റെ അകത്തോ ജോബിൻ്റെ അകത്തോ ഡയറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാത്തത്, അതുപോലെ തന്നെ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റാത്തതുമായ ചെലവുകളെയാണ്, മെറ്റീരിയലുകളെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിന്റെ ചെലവിനെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ദോസ് ലേബേഴ്സ് വിച്ച് ആർ നോട്ട് ഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. അവർ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ്റെ അകത്ത് ഡയറക്ട്ലി ആയിട്ട് എൻഗേജ് ചെയ്യുന്നില്ല. ആൻഡ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ എങ്ങനെ പറയാൻ വേണ്ടി പറ്റും, ദോസ് ലേബേഴ്സ് വിച്ച് കാനോട്ട് ബി കൺവീനിയന്റ്ലി ഐഡന്റിഫൈഡ് വിത്ത് ഓർ അലോക്കേറ്റഡ് ടു എ പ്രോഡക്റ്റ്, പ്രോസസ് ഓർ ജോബ്. ഒരു പ്രോഡക്റ്റിൻ്റെ അകത്തോ പ്രോസസ്സിൻ്റെ അകത്തോ ജോബിൻ്റെ അകത്തോ ഡയറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ അതിൽ ഡയറക്റ്റ് ആയിട്ട് എൻഗേജ് ചെയ്യാത്ത ലേബേഴ്സിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ എന്നൊക്കെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും വേജസ് ടു ഫോർമാൻ, ദെൻ വേജസ് ടു ക്ലീനേഴ്സ്, വേജസ് ടു സൂപ്പർവൈസേഴ്സ്. ഇവരൊന്നും തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്, പക്ഷെ ആ പ്രൊഡക്ഷൻ്റെ അകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട് താനും. അതിന് മൂന്നാമത്തെ കാര്യമാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ദെൻ വാട്ട് ഈസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൾ ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും, ദ എക്സ്പെൻസസ് വിച്ച് ആർ ഇൻഡയറക്ട്ലി ചാർജ് ടു പ്രൊഡക്ഷൻ പ്രോസസ്. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ അകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന എക്സ്പെൻസസ്, അങ്ങനെയുള്ള എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ റെന്റ്, റേറ്റ്സ്, ഇൻഷുറൻസ്, ഡിപ്രിസിയേഷൻസ്, റിപ്പയേഴ്സ്, ഇതൊക്കെ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ചെലവുകളാണ്. പക്ഷെ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ അത് ഡയറക്റ്റ് ആയിട്ട് അത് ആവുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വിച്ച് കാനോട്ട് ബി ഡയറക്ട്ലി ഐഡന്റിഫൈഡ് ഫ്രം ദ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടറി കൊടുത്തിരിക്കുന്ന റെന്റ്, ഇനി അതിൻ്റെ അകത്തുള്ള മെഷീനറീസിന്റെ റിപ്പയർ ചാർജസ്, പിന്നെ അതിന് മൊത്തത്തിൽ ബിൽഡിങ്ങിനൊക്കെ കൊടുത്തിരിക്കുന്ന ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർന്നതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പൊ ഈ എല്ലാ ഇൻഡയറക്റ്റ് എലമെന്റ് ഓഫ് കോസ്റ്റും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഓവർ ഹെഡ്സ്. സോ ഒന്നുകൂടി പറയാണ്, വാട്ട് ഈസ് ഓവർ ഹെഡ്സ്? ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് കോൾഡ് ഓവർ ഹെഡ്സ്. ദീസ് ആർ പ്രൈം കോസ്റ്റ് ആൻഡ് ഓവർഹെഡ്. കോസ്റ്റ് അക്കൗണ്ടൻസി പഠിക്കുന്ന എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് പ്രൈം കോസ്റ്റ് എന്താണെന്ന് അറിയണം, അതുപോലെ തന്നെ ഓവർ ഹെഡ്സ് എന്താണ് എന്ന് അറിയണം. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യപ്പെടുന്ന എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസുകളാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് എലമെന്റ് ഓഫ് കോസ്റ്റുകളാണ്. അതിൽ വരുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഓവർ ഹെഡ്സ് മീൻസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഭാഗം കൃത്യമായും നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് പ്രസ് ദ ബെൽ ഐക്കൺ നിയർ ബൈ. ഓക്കെ, താങ്ക് യു.